അവർ ഗൈസ് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓമൈ കേക്കിൽ പോവാം, കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ. സോ ഇന്നത്തെ നമ്മൾ അതൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളങ്ങനെ പയ്യെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വിചാരിച്ചു നടക്കണ്ട, ഊബർ വിളിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടത്. സോ അതിന് ജസ്റ്റ് വീഡിയോ എടുത്തു. നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരം ഓട്ടോ നോക്കിയിരുന്നു. അപ്പോൾ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ബ്ലോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മൾ പയ്യെ നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ലോണം നൈറ്റ് ആവാറായിട്ടുണ്ടേ. ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, പക്ഷെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല ബ്ലോക്ക്, എനിക്കറിയില്ല. നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഊബറും കിട്ടുന്നില്ല. പിന്നെ ഉള്ള ഇതൊക്കെ വെച്ച് നമ്മളങ്ങ് നടക്കാമെന്നൊക്കെ വിചാരിച്ച് നടക്കാം. ഇനി നമ്മൾ നമ്മുടെ ഓമൈ കേക്കിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. സോ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനം കേട്ടോ, ഇപ്പോൾ എത്തുമല്ലോ എന്നുള്ള. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. സോ നമ്മളിപ്പോൾ തന്നെ ഓമൈ കേക്കിലേക്ക് എത്തും. ഫുള്ള് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, ഞാൻ എത്ര നാളായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ട്. ഇപ്പോൾ അത് അടുത്ത ക്രിസ്മസ് ഒരു 5 മന്ത്സിനുള്ളിൽ വരികയും ചെയ്യും. സോ ഡോണ്ട് വറി ഗൈസ്, ഒരുപാട് വെറൈറ്റി കേക്ക്സും ഹാമ്പേഴ്സും ഒക്കെ ഇവർ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ഇറക്കാറുണ്ട്. ഇതുണ്ടല്ലോ, ഇത് അന്നത്തെ ഒരു ഹാമ്പർ ആയിരുന്നു. അതിലും വൈനും ഇൻക്ലൂഡ് ചെയ്ത് പ്ലം കേക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവർ എല്ലാ ഇയേഴ്സിലും ഇവരിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത്തവണ എന്തെങ്കിലും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഓമൈ കേക്ക് ഒരു നല്ല ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളി യമ്മി ആയിട്ടുള്ള കേക്ക്സാണ് ഓമൈ കേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ശരിക്കും ഞങ്ങൾ എന്നും വിചാരിക്കും നമുക്ക് ഓഫീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം പുറത്ത് പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ഒരാൾക്ക് ക്ലാസ് ഉണ്ടാവും, അപ്പോൾ ഒരാൾ വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരാളില്ലാതെ പുറത്ത് പോകാൻ പിന്നെ മടിയാവും. പിന്നെ നമ്മളെല്ലാവരും ഹോസ്റ്റലിൽ പോകും, കിടന്നുറങ്ങും, പിറ്റേന്ന് വരും. ഇത് തന്നെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ നോക്കി ഇരുന്നിട്ടാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ക്ലാസ് ഇല്ലാത്തൊരു ഡേ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ബ്ലോക്ക് തന്നെ. ആ ഒരു ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു 5:30 കഴിഞ്ഞിട്ട് ഒരു 7 to ടൈം 1.5 മണിക്കൂർ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ ബ്ലോക്കുള്ള ഒരു ഏരിയയും ഒരു ടൈമുമാണ്. അപ്പോൾ എനിവേ നമുക്ക് ഊബറൊന്നും കിട്ടിയില്ല. നമ്മൾ 2 മണിക്കൂർ അടുത്ത് നടന്നിട്ടാണ് ഇവിടം വരെ എത്തി. ലാവിഷായിട്ട് അടിപൊളി കേക്ക്സൊക്കെ കഴിച്ചു. സോ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക്, മിസിസിപ്പി ഫഡ്ജ് കേക്ക്, അതേപോലെ തന്നെ ഒപ്പേറ കേക്ക്, ദെൻ നമ്മുടെ ചോക്ലേറ്റ് സ്വിസ് റോൾ ആൻഡ് റെഡ് വെൽവെറ്റ് സ്വിസ് റോൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നൈസ് ഐറ്റമാണ്. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആ മിസിസിപ്പി ഫഡ്ജ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർ ചൂടാക്കി കൂടെ തന്നുകൊണ്ട് ആ ഒരു ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റ് ആയിട്ടിരിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. എനിവേ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അവിടുന്ന് പയ്യെ ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നൈറ്റായി, നമുക്ക് ഓരോരുത്തർക്ക് ഊബർ വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.